നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന സംരക്ഷണ കരുതൽ എത്ര വലുതാണ് എന്ന് വാക്കുകൾ കൊണ്ട് വിവരിക്കുവാൻ സാധ്യമല്ല. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു വേദഭാഗം വളരെ ശ്രദ്ധേയമാണ്. 27-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഈ ഭൂമിയിൽ നമുക്ക് ജന്മം നൽകി നമ്മളെ സ്നേഹിച്ച കരുതി നമ്മെ വളർത്തി നമുക്കൊരു നല്ല ഭാവി ലഭിക്കണം, അനുഗ്രഹം ലഭിക്കണമെന്ന വലിയ പ്രതീക്ഷകളോടെ പ്രത്യാശയോടെ നമ്മെ വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ മാതാപിതാക്കൾ ഈ ഭൂമിയിൽ നമുക്ക് നൽകുന്ന പ്രൊട്ടക്ഷനും അവർ നമുക്ക് നൽകുന്ന സ്നേഹവും കരുതലും ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൽ വളരെ വലുതാണ്. വളരെ വലിയ പങ്കാണ് അവർ വഹിക്കുന്നത്. എന്നാൽ ഇവിടെ ഭക്തൻ പറയുന്ന ഒരു വാക്ക് വളരെ ശ്രദ്ധേയമായിരുന്നു. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. അത് മറ്റൊരു തരത്തിൽ ഇങ്ങനെ പറയാം, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും യഹോവ എന്നെ ചേർത്തുകൊണ്ടു. അപ്പോൾ വലിയ ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രൊട്ടക്ഷനും ആ കരുതലും സ്നേഹവും നമ്മെ വിട്ട് അകന്നു മാറിയാലും അതിനപ്പുറത്തായിട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സംരക്ഷണ, ഏറ്റവും ശ്രേഷ്ഠമായ കരുതൽ നമുക്ക് എക്കാലവും നിത്യമായി ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ് എന്ന് ഭക്തൻ ഇവിടെ നമ്മെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. മറ്റൊരു തരത്തിൽ നമുക്ക് പറഞ്ഞാൽ, ഉപേക്ഷിച്ചാലും ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചാലും നമ്മളെ ഉപേക്ഷിക്കാത്ത ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്, ഒരു നല്ല ദൈവം നമുക്കുണ്ട്. എങ്ങനെ? ചേർത്ത് പിടിക്കുന്ന, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി, നമ്മൾ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, നമ്മെ സ്നേഹിക്കുവാൻ, നമ്മെ ലാളിക്കുവാൻ, നമ്മെ കരുതുവാൻ, നമ്മുടെ കണ്ണുനീരൊപ്പുവാൻ ഈ ലോകത്തിൽ ആരെല്ലാം ഇല്ല എന്ന് പറഞ്ഞാലും, ആരെല്ലാം നമ്മളിൽ നിന്ന് മാറിപ്പോയാലും, ആരുമില്ല എന്ന് പറഞ്ഞാലും ചേർത്ത് പിടിക്കുന്ന, അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ ഇങ്ങനെ കാണുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലരും അകന്നു മാറിയാലും, സ്വന്തം മാതാപിതാക്കൾ കൂടപ്പിറപ്പുകൾ അകന്നു മാറിയാലും, അകലാത്ത സ്നേഹം, അടുപ്പിക്കുന്ന സ്നേഹം, ചേർത്ത് നിർത്തുന്ന സ്നേഹം, കരുതുന്ന സ്നേഹം, അസംരക്ഷണ നൽകുന്ന ആ ദൈവസ്നേഹം ഈ പകലിൽ നമുക്ക് അനുഭവിപ്പാനിടയാകട്ടെ. നമ്മുടെ ജീവിതയാത്രയിൽ അനേക വൈതരണികൾ, അനേക വേദനകൾ, അനേക ഭാരങ്ങൾ, അനേക ദുഃഖങ്ങൾ, നെടുവീർപ്പുകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. നാം സ്നേഹിച്ചവരും കരുതിയവരും, ആമേൻ, നമ്മോട് ചേർന്ന് നിന്നവരുമൊക്കെ ഒരു കാലത്ത് ഒരു കാരണം പറഞ്ഞ്, ചില പ്രത്യേക കാരണങ്ങൾ കാണിച്ച്, കുറ്റം പറഞ്ഞ് അകന്നു മാറിയപ്പോഴും അകലാത്ത സ്നേഹം, അടുപ്പിക്കുന്ന സ്നേഹം, ആ ദൈവത്തിൻ്റെ സ്നേഹം ഈ ദിവസങ്ങളെ രുചിച്ചറിയുവാൻ സർവകൃപാലുവായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ.
ആമേൻ, ആമേൻ, ആമേൻ.